blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഓരോ ദിവസവും പുതിയ പുതിയ അനുഗ്രഹങ്ങളാലും നന്മകളാലും കർത്താവ് നമ്മളെ നിറയ്ക്കും. ഈ സമയത്ത് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത എൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി ലോകം എമ്പാടുമുള്ള ദശലക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, അംബർനാഥിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകളുടെ ബർത്ത്ഡേ ഇന്നാണല്ലോ കർത്താവ്. ഞങ്ങൾ ചേർന്ന് ഈ ജന്മദിനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് 12th ബോർഡ് എക്സാമിൽ 85% അധികം മാർക്ക് ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോട്ടയത്തു നിന്നുള്ള ഐറീൻ അന്ന ബിനോജിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ അങ്കിൾ ലിജോ മാത്യുവിൻ്റെ വിവാഹം എത്രയും വേഗം നടക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ഏപ്രിൽ 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, മാവേലിക്കര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോലഞ്ചേരി ഏപ്രിൽ 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പീറ്റേഴ്സ് കോളേജ് ഓഡിറ്റോറിയം, കോലഞ്ചേരി. Today, I'm going to talk to you about the highway of holiness. ഇന്ന് ഞാൻ നിങ്ങളോട് വിശുദ്ധിയുടെ രാജപാത അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. Everybody say. എല്ലാവരും പറയാമോ? വിശുദ്ധിയുടെ രാജപാത. Hallelujah. Hallelujah. Are you ready to travel together through the highway of holiness? നമ്മൾ എല്ലാവരും ചേർന്ന് ഈ വിശുദ്ധിയുടെ രാജവീതിയിലൂടെ നടക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? Hallelujah. Hallelujah. Today from the pulpits we rarely hear about holiness. ഇന്ന് നമ്മൾ പ്രസംഗ പീഠങ്ങളിൽ നിന്ന് വളരെ ചുരുക്കമായി മാത്രമേ വിശുദ്ധിയെക്കുറിച്ച് കേൾക്കാറുള്ളൂ. We can dilute milk. നമുക്ക് പാല് വേണമെങ്കിൽ വെള്ളം ചേർക്കാം. We can dilute medicines. മരുന്നിൽ നമുക്ക് വെള്ളം ചേർക്കാം. We can dilute acids. ആസിഡിൽ നമുക്ക് വെള്ളം ചേർത്ത്. But we cannot dilute the holiness of God. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധിയിൽ നമുക്ക് വെള്ളം ചേർക്കുവാൻ കഴിയുകയില്ല. Holiness is a choice. വിശുദ്ധി എന്നുള്ളത് ഒരു തിരഞ്ഞെടുപ്പാണ്. Life is a journey. ജീവിതം ഒരു യാത്രയാകുന്നു. So when you travel through this world, you can see so many roads going this way and that way in all directions. നിങ്ങൾ ജീവിതം എന്ന യാത്ര നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലവിധമായ ദിശകളിലേക്ക് തിരിയുന്നത് നിങ്ങൾക്ക് കാണാം. So the travelers can choose which way to go. യാത്രക്കാരന് ഏത് വഴി പോകണമെന്ന് യാത്ര ചെയ്യുന്നവനെ തിരഞ്ഞെടുക്കാം. The Bible speaks about different kinds of ways through which we can travel. ബൈബിളിലൂടെ നമുക്ക് യാത്ര ചെയ്യാവുന്ന പലവിധമായ വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. I'm not speaking about geographical roads. ഞാൻ ഭൂമിശാസ്ത്രപരമായ വഴികളെ കുറിച്ചല്ല ഇപ്പോൾ പറയുന്നത്. I'm speaking about the journey of life. ഞാൻ ജീവിതം എന്ന യാത്രയെ കുറിച്ചാണ് പറയുന്നത്. And the way or different ways of life. ജീവിതത്തിന്റെ വിവിധമായ വഴികളും. For example, Psalm chapter 1 and verse number 1 speaks about the way of the sinners. ഉദാഹരണമായിട്ട് സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ പറയുന്നു പാപികളുടെ വഴികൾ. And all of us, we know that the way of the sinners is a way of unholiness. നമുക്കറിയാം പാപികളുടെ വഴി എന്നുള്ളത് അശുദ്ധിയുടെ ഒരു വഴിയാണ്. നമുക്കറിയാം We were all walking through that way. പണ്ട് നമ്മൾ ഇതിലൂടെ നടന്നുകൊണ്ടിരുന്നവരാ. Before meeting the Holy Savior, we were all walking through this way. നമ്മുടെ പരിശുദ്ധ രക്ഷകനെ കണ്ടുമുട്ടുന്നതിന് മുൻപായി നമ്മൾ ഈ അശുദ്ധിയുടെ വഴിയിലൂടെ നടന്നവരാണ്. Deuteronomy chapter 18 and verse number 9 ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വചനം speaks about the way of the Gentiles. അവിടെ ജാതികളുടെ വഴി എന്നതിനെ കുറിച്ച് പറയുന്നു. Everybody say the way of the Gentiles. പറഞ്ഞേ, ജാതികളുടെ വഴി.
The Gentiles here means those who are not saved. ഇവിടെ ജാതികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്ഷ പ്രാപിച്ചിട്ടില്ലാത്തവരെയാണ്. Hello. ഹലോ. According to New Testament, there are 3 categories of people today on earth. പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഭൂമിയിൽ 3 തരത്തിലുള്ള ആളുകളുണ്ട്. Number 1, the Jews, the natural children of God. ഒന്ന് യഹൂദന്മാർ, ദൈവത്തിന്റെ സ്വാഭാവികമായ ദൈവമക്കൾ. Everybody say the Jews. എല്ലാവരും പറയാമോ? യഹൂദന്മാർ. The Jews is a special category of people chosen by the Lord who are basically from the nation of Israel. യഹൂദന്മാർ എന്നത് ദൈവം പ്രത്യേകം വിളിച്ച് തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനതയാണ് ഉദ്ദേശിക്കുന്നത്. The second category are the Gentiles. രണ്ടാമത്തെ തരം എന്നുള്ളത് ജാതികളാണ്. All the nations, all the races of people other than the Jews are called the Gentiles. ഈ യഹൂദന്മാരല്ലാതെ ഉള്ള എല്ലാ ജനതകളെയും എല്ലാ രാഷ്ട്രങ്ങളെയും വിജാതീയർ എന്നാണ് വിളിക്കുന്നത്. There is a third category, എന്നാൽ ഇതാ ഒരു മൂന്നാമത്തെ തരമുണ്ട്. and it is called the Church of God. അതിനെയാണ് ദൈവത്തിന്റെ സഭ എന്ന് വിളിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. And the Church of God is known as the holy nation. ആ ദൈവസഭ അറിയപ്പെടുന്നത് വിശുദ്ധ ജനം എന്നാണ്. So where are we today? In which nation? ഇപ്പോൾ ഈ 3 ജനതകളിൽ നമ്മൾ ഏത് രാഷ്ട്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്? Today we are not Jews, we are not Gentiles, we are in the new breed of people, new nation of people, the holy nation of people, the Church of God. നമ്മൾ ഇന്ന് യഹൂദരുടെ കൂട്ടത്തിലുമല്ല വിജാതീയരുടെ കൂട്ടത്തിലുമല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം ജനം, സ്വന്തം വർഗമായി നമ്മൾ നിർത്തിയിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. We are the third category of people. നമ്മളാണ് ആ മൂന്നാം തരത്തിലുള്ള ആ ആളുകൾ. So the Bible is speaking about Deuteronomy 18:9, the ways of the Gentiles. ആവർത്തന പുസ്തകം 18:19 ജാതികളുടെ വഴികളെ കുറിച്ച് പറയുന്നു. If you are counted in the holy nation of God, you are no longer the Gentile. You should not follow the ways of the Gentiles. നിങ്ങൾ വിശുദ്ധ ജനത്തിന്റെ ഗണത്തിൽ പെടുന്നവരായതുകൊണ്ട് വിജാതീയരുടെ വഴികളിൽ നിങ്ങൾ നടക്കരുത്. We are a special category of people. നമ്മൾ പ്രത്യേകതയുള്ള ഒരു ജനക്കൂട്ടമാണ്. We are the holy people of നമ്മൾ God. ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ്. We cannot walk in the ways of the Gentiles. ജാതികളുടെ വഴികളിൽ നമുക്ക് നടക്കുവാൻ കഴിയുകയില്ല. They have their own customs and systems, their own traditions, but we cannot go through that way because we are separated to live as a holy nation for the glory of the holy God. ജാതികൾക്ക് അവരുടെ ജീവിത രീതികളും അവരുടെ സമ്പ്രദായങ്ങളും പാരമ്പര്യങ്ങളും ഉണ്ട്. എന്നാൽ നമുക്ക് ദൈവമക്കൾക്ക് ആ വഴിയിൽ നടക്കാൻ കഴിയുകയില്ല. നമ്മൾ ദൈവത്തിനു വേണ്ടി ഒരു വിശുദ്ധ ജനമാണ്. Jude 11 is speaking about the way of Cain. യൂദയുടെ ലേഖനം 11-ാമത്തെ വാക്യത്തിൽ കയീന്റെ വഴിയെക്കുറിച്ച് പറയുന്നു. You know how Cain lived. കയീൻ എങ്ങനെയാണ് He ജീവിച്ചത്? became the murderer of his own blood brother. തന്റെ സ്വന്തം രക്തസഹോദരന്റെ കൊലപാതകയായിരുന്നു. Never walk in that way. ആ വഴിയിൽ നടക്കരുത്. Proverbs 12:15 speaks about the way of fools. സദൃശവാക്യങ്ങൾ 12:15 മൂഢന്മാരുടെ വഴിയെക്കുറിച്ച് പറയുന്നു. I encourage all of you to write down these scriptures നിങ്ങൾ ഈ തിരുവെഴുത്തുകൾ എഴുതിയെടുക്കണമെന്ന് ഞാൻ and നിങ്ങളെ study പ്രോത്സാഹിപ്പിക്കുന്നു. it well even after this. ഈ സന്ദേശത്തിന് ശേഷവും നിങ്ങൾ നന്നായി അത് പഠിക്കുക. All through this week, in the morning and evening, meditate upon the same scriptures. ഈ ആഴ്ച മുഴുവൻ രാവിലെയും രാത്രിയും ഇതേ വചനങ്ങൾ തന്നെ നിങ്ങൾ ധ്യാനിക്കണം. Proverbs 15 and verse number 19 സദൃശവാക്യങ്ങൾ 15:19 speaks about the way of sluggard. മടിയന്റെ വഴിയെക്കുറിച്ച് അവിടെ പറയുന്നു. We should be vigorous, lively, hard-working people. നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായി ഉത്സാഹമുള്ളവരായി കഠിനാധ്വാനം ചെയ്യുന്ന കൂട്ടരായിരിക്കണം. Matthew chapter 5 says, let the people outside there glorify the Lord, seeing our good works, not seeing our laziness. മത്തായി സുവിശേഷം 5 പറയുകയാണ്, നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് പുറത്തുള്ളവർ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ, നമ്മുടെ അലസത കണ്ടിട്ടല്ല. Somebody shout a hallelujah. ഒരു നല്ലൊരു ഹല്ലേലൂയ. 1 Peter chapter 1 verse number 18 speaks about the empty way of life. 1 പത്രോസ് 1-ാമത്തെ 18-ാമത്തെ വചനത്തിൽ ജീവിതത്തിന്റെ ശൂന്യമായ വ്യർത്ഥമായ വഴികൾ.
See, before we came to the Lord, we were walking through the empty ways of life. നമ്മൾ കർത്താവിലേക്ക് വരുന്നതിന് മുൻപ് ജീവിതത്തിൽ വ്യർത്ഥമായ വഴികളിലൂടെ നടന്നവരാണ്. And these empty ways of life were handed to us through our forefathers. ഈ വ്യർത്ഥമായ ഈ വഴികളെല്ലാം നമ്മുടെ കാരണവന്മാർ നമുക്ക് കൈമാറി തന്നതാണ്. But the Bible says, not through gold, not with silver that we were redeemed, but by the precious blood of the Lamb we were redeemed from the empty ways of life. നമ്മളെ കർത്താവ് വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടുമൊന്നുമല്ല ഈ വ്യർത്ഥമായ സാഹചര്യത്തിൽ നിന്ന് വീണ്ടെടുത്തതെന്ന് പറയുന്നു. Proverbs 16 and verse number 25 സദൃശവാക്യങ്ങൾ 16:25 speaks about the way of death. മരണത്തിന്റെ വഴിയെക്കുറിച്ച് അവിടെ പറയുന്നു. Some ways we choose, but the end of these ways could be death. നമ്മൾ ചില വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, എന്നാൽ ചിലപ്പോൾ അതിന്റെ അവസാനം മരണമായിരിക്കാം. Hallelujah. ഹല്ലേലൂയ. Judges chapter 2 verse number 22 ന്യായാധിപന്മാരുടെ പുസ്തകം 2:22 speaks about the way of the Lord. കർത്താവിന്റെ വഴിയെക്കുറിച്ച് പറയുന്നു. Proverbs chapter 4 verse number 11 സദൃശവാക്യങ്ങൾ 4:11 speaks about the way of wisdom. ജ്ഞാനത്തിന്റെ വഴിയെക്കുറിച്ച് പറയുന്നു. Hallelujah. Hallelujah. See, I'm showing you some bad ways and also some good ways. ഞാൻ നിങ്ങളെ തെറ്റായ ചില വഴികൾ, മോശമായ വഴികളും നല്ല വഴികളെയും ഇവിടെ കാണിച്ചു തരികയാണ്. And Psalms 23 and verse number 3 speaks about the way of the paths of righteousness. സങ്കീർത്തനങ്ങൾ 23:3 വചനത്തിൽ നീതിയുടെ പാതകളെക്കുറിച്ച് പറയുന്നു. Hallelujah. ഹല്ലേലൂയ. Psalm 119 and verse number 30 speaks about the way of faithfulness. സങ്കീർത്തനം 119:30 വിശ്വസ്തതയുടെ വഴികളെക്കുറിച്ച് പറയുന്നു. Hallelujah. ഹല്ലേലൂയ. How many of you walk through that way? എത്ര പേർ അതിലൂടെ സഞ്ചരിക്കും? Romans chapter 3 verse number 17 speaks about the way of peace. റോമാലേഖനം 3:17 വചനത്തിൽ സമാധാനത്തിന്റെ വഴിയെക്കുറിച്ച് പറയുന്നു. Hallelujah. ഹല്ലേലൂയ. Ephesians chapter 5 and verse number 2 speaks about the way of love. എഫേസ്യലേഖനം 5:2 വചനത്തിൽ സ്നേഹത്തിന്റെ വഴിയെക്കുറിച്ച് പറയുന്നു. Matthew 7 verse number 13 and 14 speak about two roads. മത്തായി സുവിശേഷം 7:13-14 വചനങ്ങൾ രണ്ട് പാതകളെ കുറിച്ച് പറയുന്നുണ്ട്. One leads you to life and the other leads you to death. അതിൽ ഒന്ന് നിങ്ങളെ ജീവനിലേക്കും മറ്റൊന്ന് മരണത്തിലേക്കും നയിക്കുന്ന പാതകൾ. I gave you different ways. നിരവധി പാതകൾ ഞാൻ നിങ്ങൾക്ക് നൽകി. But the Bible is also speaking about the highway of holiness. എന്നാൽ വചനം നമ്മെ വിശുദ്ധിയുടെ പാതയെക്കുറിച്ച്, വിശുദ്ധിയുടെ രാജപാതയെക്കുറിച്ചും പഠിപ്പിക്കുന്നു. Everybody shout the highway. എല്ലാവരും പറഞ്ഞാലും രാജപാത. Hallelujah. ഹല്ലേലൂയ. It is God's highway. അത് ദൈവത്തിന്റെ വീഥിയാണ്. It is the highway of holiness. ഇത് വിശുദ്ധിയുടെ രാജവീഥിയാണ്. And God is calling all of his children to walk through this way of holiness. ഈ വിശുദ്ധിയുടെ രാജപാതയിലൂടെ നടക്കുവാൻ തന്റെ മക്കളെ എല്ലാവരെയും ദൈവം വിളിക്കുകയാണ്. Proverbs 16 and verse number 17. സദൃശവാക്യങ്ങൾ 16:17 The highway of the upright avoids evil, those who guard their ways preserve their lives. ദോഷം അകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി. Okay. തന്റെ വഴിയെ സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. So it is also speaking about the highway of the upright. നീതിമാന്മാരുടെ ഒരു വലിയ പെരുവഴിയെ കുറിച്ച് പറയുന്നു. Isaiah chapter 35 and verse number 8. യെശയ്യാവിന്റെ പ്രവചനം 35:8 വചനം. And a highway will be there, it will be called the way of holiness, it will be for those who walk on that way. The unclean will not journey on it, wicked fools will not go about on it. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല, അവൻ അവരോട് കൂടെയിരിക്കും. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴിതെറ്റിപ്പോകുകയില്ല. Hallelujah. Hallelujah. The key verse for today's message is this one. ഇന്നത്തെ സന്ദേശത്തിന്റെ പ്രധാന വാക്യം ഈ വചനമാണ്. So this verse is introducing to us the highway of holiness through which we are supposed to walk. നമ്മൾ നടക്കേണ്ട വിശുദ്ധിയുടെ രാജപാതയെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, കാണിച്ചു തരുന്ന ഒരു വചനമാണ് നമ്മൾ വായിച്ചത്. Hallelujah. ഹല്ലേലൂയ. Now Isaiah 30 verse number 21. യെശയ്യാ പ്രവചനം 30:21. Whether you turn to the right or to the left, your ears will hear a voice behind you saying,
this is the way, walk in it. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. This is a GPS. ഇതൊരു GPS ആണ്. And this GPS is operated by the Holy Spirit. ഈ GPS പ്രവർത്തിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. The Bible says those who are led by the Spirit are the children of God. വചനം പറയുന്നു ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ ദൈവമക്കളാണ്. How many of you are led by the Holy Spirit? ഇവിടെ ഇരിക്കുന്ന എത്ര പേർ പരിശുദ്ധാത്മാവിനാൽ How many of you നയിക്കപ്പെടുന്നവരുണ്ട്? hear the voice of the Holy Spirit? പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്ന എത്ര പേരുണ്ട്? If you ever hear the voice of the Holy Spirit, there is an internal GPS inside of you. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു GPS ഉണ്ട്. Hallelujah. ഹല്ലേലൂയ. So when you walk through the highway of holiness, നിങ്ങൾ വിശുദ്ധിയുടെ പെരുവഴിയിലൂടെ നടക്കുമ്പോൾ the internal GPS will be giving you some sounds. നിന്റെ അകത്തുള്ള GPS ചില ശബ്ദങ്ങൾ നൽകും. It is the voice of the Holy അത് Spirit. പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. It is a small still voice of the Holy അത് Spirit. ശാന്തമായ മൃദുവായ പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. If your antennas are up, നിങ്ങളുടെ ആന്റിനകൾ ഉയർന്നിരിക്കുന്നെങ്കിൽ you will capture the voice. ആ ശബ്ദം നിങ്ങൾ പിടിച്ചെടുക്കും. And the voice will say, walk this way or this way. ആ ശബ്ദം നിന്നോട് പറയും ഇങ്ങോട്ട് നടക്കുക, ഇങ്ങോട്ട് നടക്കുക. Son, daughter, this is the way, walk in it. മകനെ മകളെ ഇതാകുന്നു വഴി, ഇതിലേ നടക്കുക. Hallelujah. ഹല്ലേലൂയ. How many of you want to be led by the Holy നിങ്ങൾ Spirit? എത്ര പേർക്ക് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടണം? Lift your double hands. നിങ്ങളുടെ രണ്ട് കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. Close your eyes. കണ്ണുകളെ അടച്ചാലും And open your mouth wide and pray. നിങ്ങളുടെ വായ് വിസ്താരത്തിൽ തുറന്ന് പ്രാർത്ഥിക്കുക. Pray like this, Father, from today I want to listen to this voice. പിതാവേ, ഇന്നു മുതൽ എനിക്ക് ഈ ശബ്ദം എനിക്ക് കേൾക്കണം. Father, I want to listen to your voice every moment of my life. പിതാവേ, എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം. Hallelujah. Hallelujah. This voice will guide you through the right way. ഈ ശബ്ദം നിങ്ങളെ ശരിയായ പാതയിലൂടെ നയിക്കും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉദയ്പൂർ ഏപ്രിൽ 28 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. വിവേകാനന്ദ ഓഡിറ്റോറിയം, മോഹൻലാൽ സുഖാദിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. സിസ്റ്റർ, ഈ സഹോദരൻ്റെ പേര് യേശുദാസ് എന്നാണ്. തൻ്റെ സ്വദേശം ഏലപ്പാറയാണ്. കഴിഞ്ഞ 3 വർഷമായി തനിക്ക് ശക്തിയായ ആസ്മയുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏകദേശം 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. ആ സമയം മുതൽ തന്നെ അദ്ദേഹം എഴുന്നേൽക്കുന്നത് നമ്മുടെ ഇൻഹേലർ അടിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം എഴുന്നേൽക്കുകയുള്ളൂ. അല്ല എങ്കിൽ തുടർന്നുള്ള മണിക്കൂറുകൾ തനിക്ക് ശ്വസിക്കാൻ പറ്റില്ല. അത്രയും ശക്തമായ രീതിയിൽ ആസ്മയുടെ പ്രയാസം കഴിഞ്ഞ 3 വർഷമായി അനുഭവിക്കുന്നു. അതിന് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുൻപ് തൻ്റെ കൈമുട്ടിനും ഷോൾഡറിനും ശക്തമായ വേദന ആരംഭിച്ചു. പ്രത്യേകിച്ച് തൻ്റെ 2 വിരലുകൾ അനക്കുമ്പോൾ, വിരലുകൾ ചലിപ്പിക്കുമ്പോൾ ഈ കൈമുട്ടിൻ്റെ അവിടെ നിന്നും ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഞരമ്പുകൾ വലിയുന്നത് പോലെ ശക്തമായ വേദന തനിക്ക് അനുഭവിക്കുമായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് മരുന്നുകൾ അദ്ദേഹം ആയുർവേദത്തിൽ നിന്നും അതുപോലെ അലോപ്പതിയിൽ നിന്നും അദ്ദേഹം ഒരുപാട് മരുന്നുകൾ അതിനുവേണ്ടി ഉപയോഗിച്ചു. പക്ഷേ ഇതിനൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഇന്ന് താൻ വന്നിരിക്കുമ്പോൾ താൻ ഉപയോഗിച്ച എല്ലാ മരുന്നുമായിട്ടാണ് വന്നത്. പലരും പറഞ്ഞതനുസരിച്ച് പല മരുന്നുകളും മാറി മാറി കഴിച്ചു നോക്കി. പക്ഷേ ഈ വേദനയ്ക്കോ ഈ ആസ്മയ്ക്കോ ഒരു കുറവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം എല്ലാ ദിവസവും രാവിലെ കാണുന്നൊരു വ്യക്തിയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ അദ്ദേഹം ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ബ്രദർ പ്രത്യേകിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് രോഗികളായിരിക്കുന്നവർ രോഗസ്ഥലത്ത് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞു. ഈ സമയം TV സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരുന്ന ഇദ്ദേഹം തൻ്റെ കൈമുട്ടിൻ്റെ ഭാഗത്തും അതുപോലെ നെഞ്ചത്തും കൈകൾ വെച്ചുകൊണ്ട് ഇദ്ദേഹം കൂടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈ സഹോദരൻ പറയുന്നത് ഇങ്ങനെയാണ്: ആ സമയത്ത് തൻ്റെ ശരീരത്തിൻ്റെ മേൽ, തൻ്റെ കൈമുട്ടിൻ്റെ മേലൊക്കെ ശക്തമായ രീതിയിൽ ഒരു ചൂട് അനുഭവപ്പെട്ടു. ഈ ചൂട് മൂലം തൻ്റെ കൈകൾ വിറയ്ക്കുവാൻ തുടങ്ങി. അതുപോലെ ശക്തമായ ഒരു അനുഭവം തൻ്റെ ജീവിതത്തിലുണ്ടായി. സഹോദരൻ പറയുന്നു, അന്നത്തെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം തൻ്റെ കൈമുട്ടിൻ്റെയും ഷോൾഡറിൻ്റെയും വേദന പൂർണ്ണമായി മാറി. ഇന്ന് ഒരു പ്രയാസവും ഇല്ലാതെയാണ് താൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: 3 വർഷമായി ഉപയോഗിച്ചിരുന്ന ഇൻഹേലർ
ഈ ഒരാഴ്ചയായിട്ട് അദ്ദേഹം ഉപയോഗിക്കാതെ അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉപയോഗിച്ചില്ലെങ്കിൽ തനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ ശ്വാസം മുട്ടായിരുന്നു. പക്ഷേ ഈ അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇൻഹേലർ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. തനിക്ക് പൂർണ്ണമായും ശ്വസിക്കുവാൻ സാധിക്കുന്നുവെന്ന് അദ്ദേഹം സാക്ഷ്യം പറയുകയാണ്. കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാമോ? എത്ര നാളെ? 3 വർഷമായിട്ട് ആസ്മയുടെ 3 വർഷം ഉണ്ടായിരുന്നു. അത് ശരി. ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എത്ര നാളായി ഈ ആസ്മയുടെ പ്രശ്നം മാറിയിട്ട്? ഇപ്പം ഈ ഒരു 5-6 ദിവസമായിട്ട് ഇപ്പം സാറ് പ്രാർത്ഥിച്ച പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ ഇത് രാവിലെ എടുത്തിട്ടില്ല. ഇതുവരെ ഈ നിമിഷം വരെ എടുത്തിട്ടില്ല. ദൈവം എന്നെ തൊട്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. സാറ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എനിക്കുള്ള പ്രയാസത്തിൽ സാറിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തൊട്ടു ഈ കൈ ഉയർത്താൻ പറ്റത്തില്ല. ഉറക്കമെന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ എടുത്തു. താലൂക്ക് ഓഫീസിൽ ചെന്ന് നരമ്പ് ഇഞ്ചക്ഷൻ എടുത്തു. ഇവിടെ ബെഡക്സിൽ ഇഞ്ചക്ഷൻ എടുത്തു. അന്ന് കംപ്ലീറ്റ് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരു സ്വെട്ട് പോലും വെളുക്കുന്നവർ ഉറങ്ങിയിട്ടില്ല. ഇത്രയും ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും? അതെ, ഉറങ്ങിയിട്ടില്ല. വേദന, ഭയങ്കര വേദനയായിരുന്നു. അന്നേരം രാവിലെ ഞങ്ങൾ എപ്പോഴും 7 മണിയാകുമ്പോൾ നമ്മുടെ പ്രോഗ്രാം തുടങ്ങും. അന്നേരം ഞങ്ങൾ ഇട്ട് നോക്കുമ്പം സാറ് പറഞ്ഞു, നിങ്ങൾ വേദനയുള്ള സ്ഥലത്ത് നിങ്ങളുടെ രോഗിയായിരിക്കുന്ന ആരായാലും നിങ്ങളുടെ കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ദൈവം നിങ്ങൾക്ക് വിടുതൽ കൊടുക്കുമെന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ വിശ്വസിച്ചു. ഇത്രയും ഇഞ്ചക്ഷൻ എടുത്തിട്ടും ഇത്രയും മെഡിസിൻ തന്നിട്ട് ഇത് 4 കൊല്ലൊന്നും മേടിച്ചുകൊണ്ട് വന്നതാണ് ഈ കൈവേദനയ്ക്ക് വേണ്ടി. 4 കൊല്ലൊന്നും മേടിച്ചുകൊണ്ട് വന്ന ഇതെല്ലാം ഇട്ടിട്ടും എനിക്ക് യാതൊരു പ്രയോജനമില്ല. ഇഞ്ചക്ഷൻ എടുത്തിട്ടും പ്രയോജനമില്ല. കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ സാറിൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് വിടുതൽ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് തൊട്ട് ഇതുവരെ ഞാൻ ഈ മെഡിസിൻ ഒന്നും ഇട്ടിട്ടില്ല. പ്രൈസ് ഗോഡ്. ഇതുവരെ ഈ മെഡിസിൻ ഒന്നും ഇടാതെ തന്നെ വേദനയും മാറിപ്പോയി, ആസ്മയും മാറിപ്പോയി. കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാമോ? ഓ പ്രൈസ് ഗോഡ്. കൈകൾ നീട്ടി ഇദ്ദേഹത്തെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ കൊടുത്ത വലിയ വിടുതലിനായി, സൗഖ്യത്തിനായി നന്ദി. അങ്ങയുടെ വലിയ മാറ്റങ്ങൾക്കായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ഏപ്രിൽ 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, മാവേലിക്കര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോലഞ്ചേരി ഏപ്രിൽ 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പീറ്റേഴ്സ് കോളേജ് ഓഡിറ്റോറിയം, കോലഞ്ചേരി. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങൾ ഒരു എക്സ്പ്ലോസീവായി എല്ലായിടങ്ങളിലും കർത്താവ് പ്രവർത്തിക്കും. കർത്താവ്, ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഒരു പ്രത്യേക അവസ്ഥ കർത്താവ് എന്നെ കാണിക്കുന്നത്, മുടിയുടെ ഇടയിൽ, തലയിൽ ഭയങ്കരമായി എന്തോ സ്കെയിൽസ് പോലെ പൊളിയുകയും വേദനയും ചൊറിച്ചിലുമുള്ളൊരു വ്യക്തി. മുടിയുടെ അകത്ത് സ്കിന്നിന്മേൽ ഉള്ള ചില രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഷോൾഡർ പെയിൻ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. ബ്രസ്റ്റിലുള്ള ലംബുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നട്ടലിനെ ബാധിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വിടുതലുകൾ കർത്താവെ നീ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. കാൽമുട്ടുകളിൽ ചില സൗഖ്യങ്ങൾ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അഞ്ജു എന്നു പേരുള്ള ഒരു സഹോദരിയുടെ കാൽമുട്ടുകൾ, 2 കാൽമുട്ടിന് പ്രയാസമുള്ള അഞ്ജു ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ തുടങ്ങട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഏതോ ചില മരുന്നുകൾ കഴിച്ചിട്ട് അതിൻ്റെ റിയാക്ഷൻ മൂലം വളരെ പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികളെ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. യേശുവിൻ നാമത്തിൽ ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവികമായ വിടുതൽ കർത്താവെ നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. അത്ഭുതകരമായ വിടുതലുകൾ കർത്താവെ നീ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി. അതുപോലെ
ബ്ലഡിനോട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഈ സമയത്ത് നിങ്ങളുടെ രോഗങ്ങൾ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ചുകൊണ്ട് നിങ്ങളുള്ളിൽ വിശ്വസിച്ച് വിടുതലുകൾ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവെ വിടുതലുകൾ അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഏത് വിഷയത്തിനാലും വിടുതലയക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, CD-കൾ ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.